1989 അങ്ങ് സഹിതം ചെന്നൈയിൽ വെച്ച് കാണുമ്പോൾ അത് വെറും ചെമ്പായിരുന്നു, ഒരു തരി സ്വർണം പോലും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. പിന്നെ ഇത് എന്റെ ഒരു പ്രൈവസിയാണ്, എന്റെ വീടല്ല, അമ്മയുടെ വീടാണ്. അപ്പൊ ഒരു പരിധി കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്താൽ അത് ശരിയാണോ നിങ്ങൾ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഞാൻ എന്നോട് മറുപടി പറഞ്ഞു. ഇനി കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഇതിൽ നിന്ന് എനിക്ക് നിയമ നടപടി സ്വീകരിക്കും. കാര്യം 78 വയസ്സുള്ള എന്റെ അമ്മയാണ്, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താ എനിക്ക് നിയമം? കാര്യം എന്താണെന്ന് അറിയാം, ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പരിധിയുണ്ട്. കേസ് അന്വേഷണം ഇരിക്കുകയല്ലേ, അപ്പൊ അന്വേഷണം വരട്ടെ, അന്വേഷണം തിരിക്കുന്ന ഒരു സംവിധാനമല്ലേ. അപ്പൊ ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് കാര്യം മറ്റൊന്നുമില്ല, പത്രം മാധ്യമപ്രവർത്തകരെ നിയമ നടപടിയൊന്നും സാധിക്കാം, പക്ഷെ ഒരാളുടെ പ്രൈവസിയിൽ കടന്നു കയറരുത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങൾ ഇനി ഒരു ദിവസമല്ല 9 ദിവസം ചോദിച്ചാൽ ഇതിന് മുകളിലൊന്നും പറയാൻ. കാര്യം എനിക്കിപ്പോ പാല് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു പരിധി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം എനിക്ക് അതിന്റെ തടസ്സം വരും. അതാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് അപ്പൊ അന്വേഷണം എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും പറയരുത്. നിങ്ങൾ എന്റെ അഡ്വക്കേറ്റിനെ വിളിച്ചോളൂ. അഡ്വക്കേറ്റിന്റെ നമ്പരും ഡീറ്റെയിലും ഒക്കെ ഉണ്ടല്ലോ. അത് പൊളിഞ്ഞു. താങ്കളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡനം കണ്ടെത്തുന്നു, താങ്കൾക്ക് മറവി പറ്റിയെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം തന്നെ താങ്കളുടെ ഭാഗത്ത് വീഴ്ച. ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും ഇതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ ചോദിച്ചാലും എനിക്ക് പറയാനില്ല. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഇനിയിപ്പോ എനിക്ക് കടയിൽ പോകണം, പുറത്തോട്ടിറങ്ങണം. നിങ്ങളിങ്ങനെ വളഞ്ഞിട്ട് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരുമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്ന് പറയുകയാണ്. വേണ്ടി വന്നാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പോഴും പീഠത്തിന്റെ കാര്യത്തിലൊക്കെ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.